ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ ചെറിയൊരു യാത്രയിലായിരുന്നു. ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും. അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വിജയ് സേതുപതി വന്നപ്പോൾ തന്നെ ഒരു ടാസ്ക്കാണ് നടത്തിയത്. ഒരാളുടെ ഗെയിമിനെ അല്ലെങ്കിൽ എഫേർട്ടിനെ താത്തിയിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരുണ്ടോ എന്നൊരു ടാസ്ക്കായിരുന്നു. സാന്ദ്ര പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം കനി ആയിക്കോട്ടെ വിക്രം ആയിക്കോട്ടെ ബാക്കിയുള്ളവരെല്ലാം താത്തി കെട്ടി അവർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവരുടെ ഗെയിമിനെ അടിച്ചു താത്താൻ ശ്രമിക്കുന്നത് പോലെ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ശബരിയൊക്കെ എങ്ങനെ ഇരുന്ന ആളാണ്, ഈവൻ നമ്മുടെ സുഭിക്ഷ എങ്ങനെ ഇരുന്ന ആളാണ്. സുഭിക്ഷേൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ കൂടിയിട്ട് വിക്രത്തിൻ്റെ അതേ റിസംബ്ലൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു മാറ്റക്കരുത്ത് എനിക്ക് പറയാനില്ല. മാറ്റക്കരുത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസം എനിക്ക് പറയാനില്ല. സോ സുഭിക്ഷ നല്ലൊരു ഗെയിമർ ആയിരുന്നു, ഇനി അങ്ങനെ ആവണം, വിക്രത്തിൽ നിന്ന് മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ സാന്ദ്ര പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സുഭിക്ഷ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാറു കമറുദ്ദീൻ. കാര്യം പാറു ശരിക്കും കമറുദ്ദീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കമറുദ്ദീനാണെങ്കിൽ കുറേ ആവശ്യമില്ലാത്ത വർത്താനം പാറുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കമറുദ്ദീൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നു, പാറുവിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നു. ഇനി അടുത്തത് ആതിരെ പറഞ്ഞ കാര്യമാണ് FJ വിയാനെ താഴേക്ക് ഇട്ടിട്ട് FJ മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലവ് ട്രാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ FJ പിടിക്കുന്നത്. ഒരു കംഫർട്ട് സോൺ കൊടുക്കുകയാണ്. അത് വിയാനെ തെറ്റിദ്ധരിക്കുകയാണ് FJക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ. സോ അങ്ങനെ ആതിരെ ഒരു പ്രാവശ്യം ഡൗൺ ആയിപ്പോയി, എവിക്റ്റായി പോയതാണ്. അതുപോലെ തന്നെ വിയാനെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതും എനിക്ക് വാലിഡ് ആയിട്ട് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് വിജയ് സേതുപതി സാർ പാറുവിനെ ഒന്ന് കൊട്ടുന്നുണ്ട്. സോ വിജയ് സേതുപതി പറഞ്ഞ എക്സാക്ട് വേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വന്മത്തെ കൊട്ടാനുള്ള ടാസ്ക് ആയിട്ടാണ് എല്ലാ ടാസ്കിനെയും കാണുന്നത് എന്ന്. അത് FJക്ക് മനസ്സിലാവുകയും FJ നല്ല രീതിയിൽ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാറുവിനുള്ള കൊട്ട് തന്നെയാണ്. പിന്നെ അടുത്തതായി സംസാരിച്ചത് ഗാനാ വിനോദിനെ കുറിച്ചാണ്. ഗാനാ വിനോദിൻ്റെ എടുത്തുചാട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും ഗാനാ വിനോദിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ അവിടെ തന്നെ എടുത്തു ചാടി അവരെ പറയിക്കാതെ നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യം വിജയ് സേതുപതി അത് അഡ്രസ്സ് ചെയ്യുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയട്ടെ, അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ച് ഗാനാ വിനോദിന് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുമ്പോഴേക്കും അവരെ ക്രോസ് ചെയ്ത് സംസാരിച്ചിട്ട് ഒരു പേടി പോലെ കാണിക്കുകയാണ് ഗാനാ വിനോദ്. അത് ശരിയല്ല. അവരിങ്ങോട്ട് പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഗാനാ വിനോദ് 100 കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കാൻ ശ്രമിക്കുമെന്നാണ് വിജയ് സേതുപതി സാർ പറഞ്ഞത്. അതിനുശേഷം പാറു ക്യാപ്റ്റനെ മീതി അല്ലെങ്കിൽ ക്യാപ്റ്റന് മുകളിൽ സംസാരിച്ചതിൻ്റെ ഇഷ്യൂ ആണ് പിന്നെ ചർച്ചയായത്. അതായത് എല്ലാവരും കൂടെ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പം നമ്മുടെ ക്യാപ്റ്റൻ അവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം നിങ്ങളൊന്നും കൈക്കൊണ്ടില്ല എന്ന് പറയുന്ന കാര്യത്തെ വിജയ് സേതുപതി സാറ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്. പോലീസ് എല്ലാവരോടും ലൈസൻസ് ചോദിക്കുന്ന പോലെ ഒരാൾക്ക് മറ്റൊരാളോട് ലൈസൻസ് ചോദിക്കാൻ പറ്റില്ല. സോ ഇത്രയേ ഉള്ളൂ ലോജിക്ക് എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആ വീടിൻ്റെ ക്യാപ്റ്റനാണ്. സോ അവർക്കുള്ള അധികാരം നിങ്ങൾക്കില്ല. അത് ക്ലാരിറ്റിയോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടറിയാമെന്ന് വിജയ് സേതുപതി സാറും പറയുന്നുണ്ട്. പിന്നെ രമ്യേൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ളതായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ക്യാപ്റ്റൻസി ഞാൻ കണ്ടിട്ടില്ല. വിക്ടിംഗ് കാർഡ് ഇറക്കിയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു രമ്യയുടേത്. അതായത് ക്യാപ്റ്റനുള്ള അധികാരം എല്ലാം വിക്രത്തിന് കൊടുത്തതുപോലെയായിരുന്നു. അത് രമ്യ അത് യൂട്ടിലൈസ് ചെയ്തിട്ടേ ഇല്ല എന്ന് വിജയ് സേതുപതി സാറും പറയുന്നുണ്ട്. പിന്നെ സംഭവിച്ചത് എവിക്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സ്ട്രോങ് പ്ലെയേഴ്സാണ് എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. മിക്കവാറും വോട്ട് സ്പ്ലിറ്റായിട്ട് നമ്മുടെ സാന്ദ്ര പ്രജനിൽ ആരെങ്കിലും പോയേക്കാമെന്ന് അത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് നിങ്ങൾ ഒരുപാട് എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനിയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. സോ പ്രജിൻ അങ്ങനെ ഇറങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് അർഹിക്കാത്തവർ ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നുണ്ട്. പ്രജിൻ പിന്നെയും ഗെയിം കളിച്ച ഒരാളാണ്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള നോമിനേഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രജിൻ പോയത് എന്ന് പറയേണ്ടതായിട്ട് വരും. പിന്നെ അപ്പോഴേക്ക് സാന്ദ്ര കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോറിൻ്റെ അങ്ങോട്ട് പോകുന്നു, ഭയങ്കര കരച്ചിൽ. പുള്ളിക്കാരി ഭയങ്കര എക്സ്പ്രസീവാണ്. പുള്ളിക്കാരിൻ്റെ ക്യാരക്ടർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗെയിം കളിക്കുന്നത് സൂപ്പറാണ്. ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ് എന്ന് തോന്നുന്നു. പിന്നെ സാന്ദ്രേനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മച്ചാ ബന്ധം, വിജയ് സേതുപതി ആയിക്കോട്ടെ പ്രജനായിക്കോട്ടെ, ആ മച്ചാ ബന്ധമൊക്കെ സൂപ്പറായിരുന്നു. ഇനി നമുക്ക് തിങ്കളാഴ്ച ദിവസത്തെ റിവ്യൂയിലേക്ക് വരാം. സാന്ദ്ര പ്രജിൻ പോയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി. അപ്പം ഹെൽപ്പ് ചെയ്യാനാണ് ദിവ്യ പോയത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ കബോർഡിലേക്കുള്ള സാധനം ഞാൻ നിന്റെ കബോർഡിലേക്ക് മാറ്റട്ടെ, എന്നാൽ എനിക്ക് അവിടെ തുണികളൊക്കെ വെക്കാമെന്ന്. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ദിവ്യ എന്തുകൊണ്ട് അത് ഊഹിച്ചില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ആ സമയം സാന്ദ്ര ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ദേഷ്യത്തിലായിരുന്നു. ഈ സമയത്ത് തന്നെ നിനക്കിത് വേണമായിരുന്നോ, ഒരു ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പോയതാണോ അതോ ഇമോഷനെ പൊട്ടിക്കാൻ പോയതാണോ എന്താണ് എന്ന് എനിക്കറിയത്തില്ല. സോ ദിവ്യേൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ആസ് എ ഫ്രണ്ട് ആണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് ദിവ്യനോട് പറയാനുള്ളത്. അതിനുശേഷം കമറുദ്ദീൻ അറോറ ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തതിൻ്റെ നല്ല വീർപ്പുമുട്ടലുണ്ട്. അതാണ് ഇങ്ങനെ ബേസ്റ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും ചൂടായി കാണുന്നത്. കമറുദ്ദീൻ ആണെങ്കിൽ ഏത് സമയം അറോറനെ തുഷാറിന് വെച്ചിട്ടാണ് കരയിപ്പിക്കുന്നത്. അത് സ്ഥിരം ആവർത്തിച്ചു. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുഷാർ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അറോറ പറഞ്ഞു എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ്. പക്ഷെ അത് കമറുദ്ദീന് വേണ്ടി അല്ല, അതായത് കമറുദ്ദീന് കിട്ടാൻ വേണ്ടിയല്ല, ആസ് എ ഫ്രണ്ട് ആ സങ്കടം പറഞ്ഞു എന്ന് മാത്രം. ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തെ ഹീറോ ആക്കിയതുപോലെ, അതായത് സാന്ദ്ര ദിവ്യ വരുന്നതിന് മുന്നേ വിക്രം വേറൊരു സ്റ്റാൻഡിലായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടെ വന്നിട്ട്, അതായത് സാന്ദ്ര ആയിക്കോട്ടെ, ദിവ്യ ആയിക്കോട്ടെ, പാറു ആയിക്കോട്ടെ, ഇവരെല്ലാവരും കൂടെ ഒരു ഹീറോ പരിവേഷം നമ്മുടെ വിക്രത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഫാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അറോറയ്ക്ക് എന്ന് പറയേണ്ടതായിട്ട് വരും. ഇന്നലെ അതാണ് ഞാൻ കണ്ടത്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറോറ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ അറോറേനെ കുറ്റം പറഞ്ഞ് അറോറയ്ക്ക് ഫാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ചിരിച്ചു മണ്ണുവെക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അമിതാണ് വിജയിച്ചത്. ആതിരെ അതിൻ്റെ അകത്ത് ആ ടാസ്കിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആതിരേൻ്റെ എഫേർട്ട്. പിന്നെ നടന്നത് നോമിനേഷനാണ്. മോഡേൺ സിനിമാസിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാറു എസ്കേപ്പായി. ആദ്യമായിട്ടാണ് പാറു എസ്കേപ്പ് ആവുന്നത്. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ കുറേ വേസ്റ്റുകളുണ്ട്. അവരെയൊക്കെ പുറത്തേക്ക് വിടാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ആഴ്ച ഉള്ളത്. സോ നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ട് വേസ്റ്റുകളെയൊക്കെ പുറത്താക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ആഴ്ചത്തെ നോമിനേഷനും കൂടെ ഞാൻ പറയാം. വിയാനയുണ്ട്, FJ ഉണ്ട്, ഗാന വിനോദുണ്ട്, കമറുദ്ദീനുണ്ട്, രമ്യയുണ്ട്, ശബരിയുണ്ട്, സാന്ദ്രയുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വോട്ട് വേസ്റ്റ് ആയിട്ടുള്ളവർക്ക് കുത്താതിരിക്കുക, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് കുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.